ഹലോ, ഇന്നത്തേതൊരു പറശ്ശിനി യാത്രയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ബസ് പോകുന്നുണ്ടായിനെ, അതുകൊണ്ട് വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഞാനും വല്യമ്മയും അനിയത്തിയും കൂടിയാണ് പോയിട്ടുണ്ടായത്. വല്യച്ഛനും അനിയനും വണ്ടി എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മളങ്ങനെ പറശ്ശിനി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായി. പിന്നെ എന്തോ ഭാഗ്യത്തിന് മഴയുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ചന്തയൊക്കെ നോക്കി നോക്കി നടക്കുന്നതാണ് ഉണ്ടായത്. പിന്നെ വല്യച്ഛനും അനിയനും വരുന്നത് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ടുണ്ടായി. അപ്പോൾ ഇത് അനിയനും വല്യച്ഛനാണ് കേട്ടോ വരുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പം കാലൊക്കെ കഴുകണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ കാലൊക്കെ കഴുകാൻ വേണ്ടി പോയി. നല്ല മഴ കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ വെള്ളമൊന്നും കയറിയിട്ടുണ്ടായില്ല കേട്ടോ. പുഴയിലായാലും ഒരു ആവറേജ് അത്രേ വെള്ളം കണ്ടിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഉള്ളിൽ കയറി. നല്ല തിരക്കെന്ന് പറയാൻ പറ്റില്ല, ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പിന്നെ അവിടെ തൊഴുകയൊക്കെ ചെയ്ത് അതിനുശേഷം കുറച്ച് നേരം അകത്ത് കയറിയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നു കേട്ടോ. നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ പെട്ടെന്ന് ആ ക്യൂ നീങ്ങുന്നതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നിൽക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. പരിപ്പ് കറി അതുപോലെ മോരും ഉണ്ടായത്. ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എന്തോ ഒരു പ്രത്യേകതയാണ്. പിന്നെ അമ്പലത്തിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ ഇതാണല്ലോ. പിന്നെ നമ്മൾ മുമ്പിൽ ഇങ്ങനെ പുഴക്കാർക്കിൽ കൂടെ നടക്കുകയൊക്കെ ചെയ്ത് പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായത്. അതുപോലെ പറശ്ശിനിലെ ചായയും ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. അപ്പം നിർമ്മാല്യമൊക്കെ കഴിച്ചു. പിന്നെ ഈ റോട്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് പറശ്ശിനിക്കടവ് അവിടുത്തെ പുഴയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ ബസ് പോയിട്ടുണ്ടായിനി. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു വീട്ടിൻ്റെ മുന്നിലൂടെ പോകുന്ന ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായി കേട്ടോ. KSRTC ആണ് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ സ്റ്റോപ്പിലിറങ്ങി നടന്ന് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഗൈസ്. അപ്പോൾ കുറച്ചേ നടക്കാനുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നതാണ്. പിന്നെ അങ്ങനെ വില്ലച്ചൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.